ഹായ് ഹലോ. അപ്പൊ കാലത്തും തന്നെ കഞ്ഞിക്കരി എടുത്ത് ഇടേണ്, കഴുകി നല്ലപോലെയൊക്കെ കഴുകിയിട്ട് കഞ്ഞിക്കരിയിട്ട്. അപ്പൊ രാവിലെ ഇന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജി ഗോതമ്പ് ഉണ്ടായിരുന്നു. സുജി ഗോതമ്പ് കൊണ്ട് നമ്മുടെ പണ്ടത്തെ നോസ്റ്റാൾജിക്ക് ഉപ്പുമാവാണ് ട്ടാ ഉണ്ടാക്കിയത്. അപ്പൊ ഇത്തിരി ചേമ്പൂത്തിരിപ്പുണ്ട്, അത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചൊറുക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസമേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉളുമ്പൊക്കെ പോകും. അതെടുത്തിട്ട് നമുക്ക് ഒരു മോരുചാറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സവാളയും അരിഞ്ഞ് നല്ലപോലെ 2 വിസിലേപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചേമ്പൂത്തൊക്കെ നല്ല വേഗം. ആ ഒരു ടൈമും കൊണ്ട് നമ്മൾക്ക് അരപ്പൊക്കെ റെഡിയാക്കണം. പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങാപ്പീരയും ഇത്തിരി തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമും കൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മളുടെ ചേമ്പൂത്തൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പ് കൂടി ചേർത്തിട്ട് ഇനി ഇത്തിരി കടുക് വറ അപ്പോഴേക്കും തേ വന്നേക്കണ അനീഷായിട്ട് ഇത്തിരി ബീഫായിട്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും വെച്ച് കടുക് പൊട്ടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ഫോണിൻ്റെ പണി ഇന്നത്തോടെ തീർന്നാലേ നിങ്ങളുടെ വീഡിയോ എടുപ്പും കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ വേഗം ഉള്ളിലോട്ട് തീ ആളിയതാണ്. അപ്പോൾ തീ കുറച്ചിട്ടിട്ടാണ് എല്ലാവരും ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സവാളയും പച്ചമുളകും ഇത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതും വിസിലേക്കാൻ വെക്കേണ്ട. ഒരു 3-4 വിസിലേക്കുമ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വേകും. ആ ഒരു ടൈമും കൊണ്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും ഒന്ന് വാട്ടി നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു വിസിലും കൂടി കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ചോറ് ഊറ്റുന്നുണ്ട്. അപ്പം നല്ല ഇറച്ചിക്കറിയും നല്ല ചേമ്പൂത്ത് മോരുകറിയും കൂടി കൂട്ടി കഴിഞ്ഞിട്ട് എല്ലാവരും അടിപൊളി ഊണ് കഴിക്കട്ടെ. തലേ ദിവസമൊക്കെ കല്യാണ തലേന്നൊക്കെ പോയി ഊണ് കഴിക്കണ ഒരു ഫീലാണ്ട് ഇന്ന് ചോറ് തിന്നപ്പോൾ തേക്കും തോന്നിയത്. അപ്പം ഇത്തിരി ചോറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി മോരുകറിയൊക്കെ ഒഴിച്ച് ഇത്തിരി ബീഫ് കറിയൊക്കെ ഇട്ട് അങ്ങനെ നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ.